പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ നമസ്കാരം തുടങ്ങേണ്ട സമയമായി. ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ ഒരു 5 മിനിറ്റ് ഇൻഷാ അല്ലാഹ് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. എന്തുകൊണ്ട് റമദാൻ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ ഇറങ്ങിയത് കൊണ്ടാണ് റമദാനിൽ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഖുർആൻ ഇല്ലാത്ത, ഖുർആനുമായി ബന്ധമില്ലാത്ത ഒരു റമദാനാകാൻ പാടില്ല നമ്മുടേത്. ഏറ്റവും നല്ല ഒരു കണക്ഷൻ ഖുർആനുമായി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് റമദാനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് പറയുന്നത്. നമസ്കാരവും സുന്നത്തും തറാവീഹും അതേപോലെ തന്നെ ദിക്റും ദുആയും സദഖയും സക്കാത്തും ഒക്കെ പ്രധാനമാണ്. പക്ഷേ അതൊന്നും ഖുർആനുമായി കണക്റ്റഡ് അല്ലാത്ത രീതിയിലാണ് പോകുന്നത് എങ്കിൽ നമ്മുടെ പ്രവർത്തനം ഫലശൂന്യമാകും. അതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ നന്നായി ശ്രദ്ധിക്കുക. പണ്ഡിതന്മാർ പറയുന്നത് ഒന്നാമത്തേത് ഖുർആൻ ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളതാണ്. ഫഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു. ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ അത് ശ്രദ്ധിക്കുക. അതാണ് ഖുർആനോടുള്ള ഒന്നാമത്തെ കടമ. ഇസ്തിമാവും സമവും തമ്മിൽ വ്യത്യാസമുണ്ട്. സാധാരണ കേൾവിയും ശ്രദ്ധിച്ച് കേൾക്കലും തമ്മിൽ വ്യത്യാസമുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കുക എന്ന് പറയുമ്പോൾ മറ്റ് കാര്യങ്ങളെല്ലാം ഒഴിവാക്കി ആ പാരായണത്തിൽ മാത്രം ശ്രദ്ധയൂന്നുക. ഹറമിൽ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമുക്കറിയാം ഷുറൈമോ സുദൈസോ ഓതുമ്പോൾ നമ്മൾ അതിലങ്ങോട്ട് മുഴുകിപ്പോകും. ആ രീതിയിലും ഖുർആൻ ഓതുന്നത് കേൾക്കുക, മറ്റ് കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ അതിലേക്ക് കൊടുക്കുക. രണ്ടാമത്തെ കാര്യം ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഖുർആൻ പാരായണത്തിൻ്റെ പ്രതിഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നമുക്കറിയാം. ഒരു ഹർഫിന് 10 കൂലി. അലിഫ്ലാമീം എന്നാൽ 3 ഹർഫാണ്, 30 കൂലി. അത്രയും ഖുർആൻ പാരായണത്തിന് അർത്ഥമറിയാതെ ഖുർആൻ പാരായണം ചെയ്താൽ തന്നെ അത് പ്രതിഫലാർഹമാണ്. അപ്പോൾ ഒന്നാമത്തേത് ഖുർആൻ ശ്രദ്ധിക്കുക, രണ്ടാമത്തേത് ഖുർആൻ പാരായണം ചെയ്യുക, മൂന്നാമത്തേത് ഖുർആനിൽ നിന്ന് ഒരല്പം ഹിഫ്ദ് ഉള്ളവരായിരിക്കണം നമ്മൾ എന്ന കാര്യത്തിലൊരു വാശി ഉണ്ടായിരിക്കുക. പണ്ട് മദ്രസയിൽ പഠിച്ച കാലത്ത് നമ്മളൊക്കെ ഖുർആൻ സ്വല്പം ഹിഫ്ദാക്കിയിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും ജീവിതത്തിൻ്റെ തിരക്കിൽ നമുക്കത് നഷ്ടപ്പെട്ടു പോയോ മറന്നു പോയോ എങ്കിൽ ഈ റമദാൻ അത് പൊടി തട്ടിയെടുക്കുവാനുള്ള അവസരമാണ്. നാളെ സ്വർഗത്തിലേക്ക് അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ മലായിക്കത്ത് പറയുന്നൊരു വാക്യമുണ്ട്, വത്ലു വർത്തക്കി ഇന്ന മൻസിലക ആഖിറു ആയത്തി മിനൽ ആയ. ഖുർആൻ ഓതിക്കൊണ്ട് സ്വർഗത്തിൻ്റെ പടികൾ ഓരോന്നോരോന്നായി കയറുക. സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ പദവി മുകളിലാണ്, നരകത്തിലെ ഏറ്റവും പ്രയാസകരമായ പദവി അടിയിലാണ്. അപ്പോൾ സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ പദവി വസീലത്തും ഫദീലത്തും ലഭിക്കുവാനുള്ള കാരണം ഖുർആനിൽ നിന്ന് ഹിഫ്ദ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ആ ഹിഫ്ദ് ഓതി 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 എവിടെയാണോ നമ്മുടെ ഹിഫ്ദ് തീരുന്നത് അവിടെയായിരിക്കും സ്വർഗത്തിൽ നമ്മുടെ പദവി. അതിന് ഖുർആനിൽ നിന്ന് അല്പം ഹിഫ്ദ് നമ്മുടെ ഉള്ളിൽ വേണം. ഇല്ലാത്തവർ അത് ഉണ്ടാക്കിയെടുക്കുക. സ്വർഗത്തിൽ ഉന്നത പദവി ലഭിക്കുവാൻ അത് കാരണമായി മാറും. നാലാമത്തെ ഖുർആനോടുള്ള ബാധ്യത എന്ന് പറയുന്നത് ഖുർആൻ പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. ഖുർആൻ പഠിക്കുവാൻ വേണ്ടി അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയാൽ മലായിക്കത്ത് അവിടെ ഇറങ്ങും, അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങും. ഉപരിലോകത്ത് വെച്ച് അള്ളാഹു തൻ്റെ മാലാകമാരോട് പറയും, ഇന്ന വ്യക്തി പൂക്കളത്തൂർ പള്ളിയിൽ ഇന്ന വ്യക്തി ഇപ്പോഴിതാ ഖുർആൻ പഠിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് റബ്ബ് നമ്മുടെ പേര് പറഞ്ഞുകൊണ്ട് അവൻ്റെ അടുക്കലുള്ള മലായിക്കത്തിനോട് പറയുന്ന രംഗം ആലോചിച്ച് നോക്കും. അപ്പോൾ ഖുർആൻ പഠിക്കുക എന്നുള്ളത് അള്ളാഹു നമ്മുടെ പ്രവർത്തന പദ്ധതിയായിട്ട്, വർക്കിംഗ് മാനുവലായിട്ട് ഒരു AC-യോ ഫാനോ വാങ്ങുമ്പോൾ അതിൻ്റെ ഒരു കാറ്റലോഗ് ഉണ്ടാകും. നമ്മളെങ്ങനെ ജീവിക്കണം എന്നുള്ളതിൻ്റെ വർക്കിംഗ് മാനുവലാണ് വിശുദ്ധ ഖുർആൻ. അതിലെന്താണ് പറയുന്നത് എന്നറിയാതെ 30, 40, 50, 60, 70 കൊല്ലക്കാലം ഇവിടെ ജീവിച്ച് മരിച്ചു പോയിട്ട് ഞാൻ കൊടുത്തയച്ച കത്ത് നീ വായിച്ചോ, മനസ്സിലാക്കിയോ, പഠിച്ചോ എന്ന് റബ്ബ് ചോദിക്കുമ്പോൾ എന്ത് മറുപടി പറയാൻ നമുക്ക് പറ്റും? അമാനി മൗലവിയുടെ 4 വാള്യത്തിൻ്റെയും 8 വാള്യത്തിൻ്റെയും തഫ്സീർ നമ്മുടെ അലമാരയിലുണ്ട്. ചെറിയമുണ്ടവും പറപ്പൂരും എഴുതിയിട്ടുള്ള ഖുർആൻ പരിഭാഷയുണ്ട്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അമാനി മൗലവിയുടെ തഫ്സീർ വായിച്ച് തീർക്കുക എന്നതൊരു ബാധ്യതയായി എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് ഏറ്റെടുക്കാൻ, എന്ന് പ്രഖ്യാപിക്കാൻ മനസ്സ് തുറന്ന് അതിനൊരുങ്ങാൻ നമ്മൾ തയ്യാറായാൽ സമയം എല്ലാവർക്കും 24 മണിക്കൂറാണ്. എത്ര തിരക്കുള്ളവർക്കും നമുക്കൊക്കെ 24 hours. പക്ഷേ ജീവിതത്തിൽ നിന്നൊരു അല്പസമയം അതിനുവേണ്ടി മാറ്റിവെക്കുക. നാലാമത്തെ കാര്യം ഖുർആൻ പഠിക്കുക. ഒന്നുകൂടി പറയാം, ഒന്നാമത്തേത് ഖുർആൻ കേൾക്കുക, രണ്ടാമത്തേത് ഖുർആൻ പാരായണം ചെയ്യുക, മൂന്നാമത്തേത് ഖുർആനിൽ നിന്നൊരു അല്പമെങ്കിലും ഹിഫ്ളാക്കുക, നാലാമത്തേത് ഖുർആൻ എന്താണ് നമ്മളോട് പറയുന്നത് എന്ന് പഠിക്കുക. അഞ്ചാമത്തെ ഒരു കാര്യം കൂടിയുണ്ട്, അതനുസരിച്ച് പ്രവർത്തിക്കുക. നാളെ പരലോകത്ത് വെച്ച്
അള്ളാഹുവിൻ്റെ പ്രവാചകൻ വിശ്വാസികൾക്കെതിരെ സാക്ഷി പറയുന്ന ഒരു രംഗമുണ്ട്. ഇന്ന ഖൗമിത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, എൻ്റെ ജനത ഈ ഖുർആനിനെ അഗണ്യകോടിയിലേക്ക് തള്ളി എന്ന് പറയപ്പെടുന്ന ഒരു ദുരവസ്ഥ സംഭവിക്കാതിരിക്കുവാൻ നാളെ പരലോകത്ത് ഈ ദുനിയാവിൽ കണ്ണുള്ള, കാഴ്ചയുള്ള, കാതുള്ള, കേൾവിയുള്ള, ഹൃദയമുള്ള, ചിന്താശേഷിയുള്ള മനുഷ്യൻ നാളെ പരലോകത്ത് കണ്ണില്ലാത്തവനായിട്ട് വരുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. മനുഷ്യൻ ചോദിക്കുകയാണ്, റബ്ബി ലിമ ഹശർത്തനി ആമ, പടച്ചോനെ എന്താണ് എന്നെ നീ ഇവിടെ അന്ധനായി ഹാജരാക്കിയത്? വഖദ് കുൻതു ബസീറ, ഞാൻ ദുനിയാവിൽ കാഴ്ചയുള്ളവനായിരുന്നുവല്ലോ. അതിനല്ല പറയുന്ന മറുപടി, അതെ, നീ കണ്ണുണ്ടായിട്ടും കാണേണ്ട ഖുർആൻ കണ്ടില്ല. വകദാലിക്കൽ യൗമ തുൻസ, അന്ന് നീ എന്നെ മറന്നതുകൊണ്ട് ഇന്ന് ഞാൻ നിന്നെയും മറന്നു. പ്രിയപ്പെട്ടവരെ, അള്ളാഹു നാളെ പരലോകത്ത് നമ്മെ മറക്കാതിരിക്കാൻ ഖുർആൻ പഠിച്ചത് പ്രാവർത്തികമാക്കുക. ഈ 5 ബാധ്യത ഖുർആനുമായി ഉള്ള നമ്മുടെ കടപ്പാട് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ദുനിയാവിലും ആഖിറത്തിലും വിജയിച്ച് നാളെ ഖുർആനിൻ്റെ ഷഫാഅത്തോടെ, റമദാനിൻ്റെ ഷഫാഅത്തോടെ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.